അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് فتزوجوا وإن خير زاد التقوى واتقوني أولي الألباب. അഭിവന്ദ്യരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥി മിത്രങ്ങളെ, അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുകയും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുന്നവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വതസവ്വജു വഇന്ന ഖൈറ സാദി തഖ്വ വതഖൂനി ഉലിൽ അൽബാബ്. വതസവ്വജു നിങ്ങൾ നിങ്ങളുടെ മാർഗ്ഗങ്ങൾ തയ്യാറാക്കണേ. വഇന്ന ഖൈറ സാദി തഖ്വ നിങ്ങൾ തയ്യാറാക്കുന്ന മാർഗ്ഗങ്ങൾ വെച്ച് ഏറ്റവും നല്ലത് തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ. വതഖൂനി ഉലിൽ അൽബാബ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ. മനുഷ്യ ഹൃദയത്തിൽ മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു മരുന്നാണ് തഖ്വ കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ. ഒരിക്കൽ അലിയാർ തങ്ങളോട് എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞ മറുപടി എത്ര മനോഹരം. അൽ ഖൗഫു മിനൽ ജലീൽ വൽ ഇൽമു ബിൽ തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ. നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ വെച്ച് ഏറ്റവും ചെറുതിനെ കൊണ്ട് തൃപ്തിപ്പെടാമോ? ഇതേ തഖ്വ കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ സമുദായങ്ങളോട് വസിയത്ത് ചെയ്തത്. മാത്രമല്ല, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാറില്ലയോ, ഊസീകും ബിത്തഖ്വ. കാരണം അതിനു വേണ്ടിയാണ് നാമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ഇസ്ലാമിൽ നിയമങ്ങൾ അത്രയ്ക്ക് നിമിത്തമാക്കിയത് നാമൊക്കെ മുത്തഖീകളാവാൻ വേണ്ടിയാണത്രേ. തഖ്വയില്ലാത്ത ഏതൊരു അമലും നിഷ്ഫലമാണ്. കാരണം വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘടകമാണല്ലോ അത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതൻ ഇബ്ലീസാകുമായിരുന്നില്ലേ? അതേ ഇബ്ലീസ് തന്നെയല്ലേ പിന്നീട് ലോകത്തിന്റെ ശത്രുവായി മാറിയത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. കൊള്ള സംഘത്തിന്റെ തലവനായിരുന്നു ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ കക്കാൻ വേണ്ടി മതിലെടുത്ത് ചാടിയ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവികളിലേക്ക് ഖുർആനിലെ അതിമനോഹരമായ ആയത്തുകൾ കേൾക്കുകയാണ്. അലം യുഅ്മിനല്ലദീന ആമനു അൻ തഅസിയ ഖുലൂബുകും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിനെ ഓർത്ത് ഭയപ്പെടാൻ സമയമായില്ലേ എന്ന അതിമനോഹരമായ ആയത്തുകളാണ് ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ഒക്കെ തഖ്വയുള്ളവരാകാൻ ശ്രമിക്കണം. അല്ലാഹു നമ്മയൊക്കെ തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. जहां में अहले मुर्दत जीते हैं, उधर डूबे उधर निकले, उधर डूबे उधर निकले. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സൂക്ഷ്മതയോടെ ജീവിതം നയിച്ച് അവന്റെ തൃപ്തിപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.